ഹലോ വെൽക്കം ബാക്ക്. ഇന്നൊരു ബ്രൗണിയുടെ റെസിപ്പിയാണ് ഞാൻ ഷെയർ ചെയ്യുന്നത്. ഒരു ചോക്കോ ചിപ്പ് ബ്രൗണിയാണ്. ചോക്ലേറ്റ് ഫ്ലേവറൊക്കെ ഇഷ്ടമില്ലാത്തവർക്ക് ചെയ്ത് നോക്കാൻ പറ്റിയ ഒരു ഐറ്റമാണിത്. ഒരു വൈറ്റ് ബ്രൗണിയാണ്. ബ്രൗണിയുടെ അതേ ടെക്സ്ചറിൽ എന്നാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് റെസിപ്പി എങ്ങനെയാണെന്ന് നോക്കാം. ആദ്യം തന്നെ ഒരു ബൗളിലേക്ക് 100 ഗ്രാം അൺസോൾട്ടഡ് ബട്ടറും 70 ഗ്രാം വൈറ്റ് ചോക്ലേറ്റും ചേർത്ത് കൊടുക്കുക. വൈറ്റ് ചോക്ലേറ്റ് കുറച്ച് ചോപ്പ് ചെയ്തിട്ടാൽ മെൽറ്റ് ആകാൻ ഈസി ആയിരിക്കും. ഇനി അത് രണ്ടും കൂടി നന്നായിട്ട് ഇതുപോലെ ഒന്ന് മെൽറ്റാക്കി എടുക്കുക. ഒന്നെങ്കിൽ മൈക്രോവേവ് ചെയ്തെടുക്കാം, ഇനി അതല്ലെങ്കിൽ ഡബിൾ ബോയിൽ ചെയ്തെടുത്താലും മതി. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുക്കണം മെൽറ്റ് ചെയ്യുന്നതിൻ്റെ ഇടയിൽ. ഇനി അത് നേരെ ഒരു വലിയ മിക്സിംഗ് ബൗളിലേക്ക് ചേർത്ത് കൊടുക്കുക. അതിനുശേഷം 1 കപ്പ് പൊടിച്ച പഞ്ചസാര ഇട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ബീറ്ററിൻ്റെ ഒന്നും ആവശ്യമില്ല. ഒരു സ്പാറ്റുല വെച്ച് നന്നായിട്ട് ആ ബട്ടറും പഞ്ചസാരയൊക്കെ ഒന്ന് മിക്സ് ആകുന്നത് വരെ ചെയ്തെടുക്കുക. ഇനി അതിലേക്ക് 2 മുട്ട ചേർക്കുക. ആ മുട്ടയുടെ ഒരു റോസ് സ്മെല്ലൊക്കെ മാറി കളറൊക്കെ ചേഞ്ച് ചെയ്ത് വരുന്നവരെ നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക. ഈ ഒരു ടൈമിൽ വേണമെങ്കിൽ 1 ടീസ്പൂൺ വനില എസൻസ് ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ചേർത്തിട്ടില്ല. ഇനി ഇതിലേക്ക് മൈദ ചേർത്ത് കൊടുക്കണം. 1 കപ്പ് മൈദയാണ് ചേർക്കേണ്ടത്. 250 ml കപ്പാണ് ഞാനിവിടെ യൂസ് ചെയ്തത്. കറക്റ്റ് മെഷർമെൻറ്റ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം. ഇത്രയേ ഉള്ളൂ. അതും കൂടെ നന്നായിട്ട് മിക്സ് ചെയ്ത് കുറച്ച് ചോക്ലേറ്റ് ചിപ്സും കൂടെ ആഡ് ചെയ്താൽ നമ്മുടെ മാവ് ഇവിടെ റെഡിയാവും. ഈസി ആയിട്ട് തന്നെ നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണിത്. ബ്രൗണി ലവേഴ്സിനൊക്കെ ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ഞാൻ ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കുക. ഞാൻ 1/2 കപ്പ് തേച്ചെടുത്തിട്ടില്ല, അതിൽ കുറച്ച് താഴെയാണ് എടുത്തിട്ടുള്ളത്. അതും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. നമ്മുടെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഒരു ബേക്കിംഗ് ടിന്നെടുത്ത് അതൊന്ന് ഗ്രീസ് ചെയ്തതിന് ശേഷം ബേക്കിംഗ് പേപ്പർ ഒഴിച്ച് കൊടുക്കുക. എന്നിട്ട് അതിലേക്ക് ഈ മാവ് മുഴുവനും ഒഴിച്ച് അതിൻ്റെ മുകളിൽ കുറച്ച് ചോക്ലേറ്റ് ചിപ്സ് ചേർത്ത് കൊടുക്കണം. ഞാനത് വീഡിയോയിൽ കാണിക്കാൻ വിട്ടുപോയതാണ്. ഇത്രയേ ഉള്ളൂ. ഇനി നേരെ ഓവനിലേക്ക് വെച്ച് ബേക്ക് ചെയ്തെടുക്കുക. 180 ഡിഗ്രിയിൽ 25 മിനിറ്റ്സ് ആണ് ബേക്ക് ചെയ്തത്. നിങ്ങളുടെ ഓവൻ്റെ ടെമ്പറേച്ചറും ടൈമിങ്ങും ഒക്കെ അനുസരിച്ച് ബേക്ക് ചെയ്തെടുക്കുക. ഇത്രയേ ഉള്ളൂ. ഒരു മസ്റ്റ് ട്രൈ ഐറ്റമാണ്. ബ്രൗണി ഇഷ്ടമുള്ളവരൊക്കെ ചെയ്ത് നോക്കുക. ബ്രൗണിയുടെ അതേ ടെക്സ്ചറിലുള്ള ഒരു വൈറ്റ് ബ്രൗണി. അപ്പോൾ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെ ബൈ.